നാട്ടിൽ നിന്ന് തിരിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് വരാൻ ഇനിയൊരു ദിവസം മാത്രം. അതെ, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എൻ്റെ പെരുന്നാൾ, പള്ളിയിലത്തെ പെരുന്നാളും കൂടി കൂടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ലക്കായിട്ട് ഞാൻ കാണുന്നത്. കഴിഞ്ഞ വർഷം 2 ദിവസത്തേക്കല്ലേ രണ്ടാഴ്ചത്തേക്കല്ലേ ഞാൻ പോയത്. അതുകൊണ്ട് ക്രിസ്മസ് കൂടി തിരിച്ചു പോരേണ്ടി വന്നു. ഇപ്പം ഇതാ തട്ടാഴ്ത്തമ്മയുടെ പെരുന്നാൾ ഇപ്രാവശ്യം കൂടാൻ പറ്റി. കൊയറിലൊന്നും പാടാനൊന്നും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ പ്രാക്ടീസും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് 2022 ശേഷം ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ വരുമ്പോൾ പാടലും കാര്യങ്ങളും പ്രാക്ടീസും കൊയറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാറാണ് പതിവ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പെരുന്നാളിൻ്റെ ആദ്യത്തെ ദിവസത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും, കൊടികയറ്റത്തിൻ്റെ ദിവസം. ആൻഡ് സെക്കൻഡ് ഡേ ഞാൻ പോയില്ല. ബിക്കോസ് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ച് വരാറായത് കൊണ്ട് തന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുറിയാനി കുർബാനയാണ് ഇവിടെ. ഞങ്ങളുടെ ലത്തീൻ ചർച്ചാണെങ്കിലും ഒരു ദിവസം സുറിയാനി കുർബാന ഇവിടെ വയ്ക്കാറുണ്ട്. ഫ്രൈഡേ അപ്പം അത്ര ഭയങ്കര ഇവൻറ്റ്ഫുൾ അല്ല. പക്ഷേ സാറ്റർഡേ, അതായത് നമ്മുടെ പ്രദക്ഷിണമൊക്കെ വരുന്ന ദിവസം, പ്രദക്ഷിണമൊക്കെ വന്നതിന് ശേഷം ഞാനും പവലും കൂടെ അവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന കാണാൻ പോയി. ഭയങ്കര രസമാണ്, അതൊരു ട്രഡീഷനാണ്. അപ്പോഴൊക്കെ പ്രദക്ഷിണത്തിനൊക്കെ പോകും. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആശിഷും ജോയിൻ ചെയ്തായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ പള്ളി ഓരോ വർഷം കൂടുന്തോറും ഭയങ്കര ഡെക്കറേഷനിലെ മുൻപന്തിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ പടക്കം കാണാൻ വേണ്ടി മാത്രം പോയി. പിന്നെ നോർമലി ഞായറാഴ്ച വൈകുന്നേരം ആണ് നമ്മൾ പള്ളിപ്പറമ്പിൽ കറങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുന്നതുകൊണ്ട്, സ്വിറ്റ്സർലൻഡിലേക്ക് പോരുന്നതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാം എന്ന് കരുതി. ഇപ്രാവശ്യം ഭയങ്കര രസമായിരുന്നു. നോർമലി നമ്മൾ പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെ പോകുമ്പോൾ ഭയങ്കര ഉടുത്തുലിങ്ങൊക്കെയാണ് പോണേ. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുമായിരുന്നു, എനിക്ക് അങ്ങനെയൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. ഇപ്പോൾ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ മാത്രമേ തോന്നുന്നുള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ കൂടെ പണ്ട് കാറ്റക്കിസം പഠിച്ച ഒത്തിരി പേര് കണ്ടു. നമ്മൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചതും ഒരുമിച്ച് പാട്ട് പാടിയിരുന്നതും കാറ്റക്കിസം കൊയറിലുണ്ടായിരുന്നവരും പിന്നെ വലിയ കൊയറിലേക്കൊക്കെ കയറിയപ്പം കുറേ പേരുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ആ കാറ്റക്കിസത്തിൽ നമ്മൾ ഒരുമിച്ച് നടന്ന ടീനയാണിത്. ഞങ്ങൾക്ക് 2 പേർക്കും മുട്ട് കഴിഞ്ഞുള്ള മുടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ മുടിയുള്ള 2 പെണ്ണുങ്ങളായിരുന്നു ഞങ്ങൾ മനസ്സിൽ മിഥുനമഴ ഡാൻസൊക്കെ കളിച്ചത് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് കുറേ ഡാൻസും കാര്യങ്ങളും ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു. അവളിപ്പോൾ 2 ട്വിൻസ് കുട്ടികളുടെ അമ്മയാണ്. ഞാനിപ്പോഴും കുട്ടിത്തം മാറാതെ നടക്കുന്നൊരു പെണ്ണും അങ്ങനെയാണിപ്പം. അങ്ങനെ ഞാനും അപ്പയും പാവലും ആശിഷും കൂടി പള്ളിപ്പറമ്പ് ഇറങ്ങാനായിട്ട് വെറുതെ ഒന്നിറങ്ങി. നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പള്ളിപ്പറമ്പിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ അടിപൊളിയായിട്ട് കുറേ സ്റ്റോളുകളും, കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയിൽ സ്റ്റോളുകളൊക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം സ്റ്റോളുകളൊക്കെ കംപ്ലീറ്റ് ആയി. നാളെയാണ് ഇവിടെ ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് വന്ന് ഫ്രഷായിട്ടുള്ള മുളക് ബജ്ജിയും ഒക്കെ കഴിക്കാൻ പറ്റി. ഞാനിപ്പം എൻ്റെ പല്ലിൽ ഇൻവിസലൈൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പോയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വന്നതാണ് പല്ല്. അപ്പം അതിലേ കൂടി നടക്കുന്ന സമയത്താണ് ജോസങ്ങളിനെ കണ്ടത്. ഇവിടെ അനിയനാണ്, നേരെ താഴെയുള്ള ബ്രദറാണ്. നമ്മളുടെ ജിതിനൻ ജോമോൾ, ജർമ്മനിയിലുള്ള കസിൻസിൻ്റെ പപ്പയാണ്. അങ്ങനെ കുറേ നേരം അവർ കഴിഞ്ഞ ദിവസം ഫിഷിങ്ങിന് പോയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ അങ്കിളുടെ കൂടെ ഫിഷിങ്ങിനാണ് പോയത്. ആ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം അങ്കിൾ തിരിച്ചു പോയി. ഞങ്ങൾ പിന്നെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. പിന്നെ അവിടെ കുറേ ആസ് യൂഷ്വൽ നമ്മുടെ മൺചട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു പാവലിൻ്റെ അടുത്ത് മേടിക്കണോ. കാര്യം ഞങ്ങൾക്ക് അവിടെ ഇൻഡക്ഷനാണ്, ഞങ്ങൾക്ക് ചട്ടിയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കണോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ ഇവിടെ നിന്ന് പൊക്കി കൊണ്ടുപോകുമ്പോൾ പൊട്ടാനൊക്കെ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഞങ്ങൾ അതൊന്നും മേടിച്ചില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫേവററ്റ് മുളക് ബജ്ജി മേടിച്ചു. ഞാൻ 2 ബൈറ്റ് എടുത്തുള്ളൂ. ബിക്കോസ് ഇന്നാണ് എൻ്റെ പല്ല് ഗ്രൈൻഡ് ചെയ്തത് അവർ ഈ ഇൻവിസലൈൻ ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പല്ലിൻ്റെ ഗ്യാപ്പിലേക്ക്, എൻ്റെ പല്ലിന് ഒട്ടും ഗ്യാപ്പില്ലാത്ത പല്ലാണ്, അപ്പോൾ ആ പല്ലിൻ്റെ ഗ്യാപ്പിലേക്ക് ഈ ഇതൊക്കെ കയറുന്നത് കൊണ്ട് എനിക്കെല്ലാം ലിമിറ്റഡായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ
അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തു. ഭയങ്കര ടേസ്റ്റാട്ടോ ഇവിടുത്തെ ബജിക്കൊക്കെ, എസ്പെഷ്യലി ഇന്നായതുകൊണ്ടേ, പെരുന്നാളിൻ്റെ തലേദിവസം ആയതുകൊണ്ട് നല്ല ഫ്രഷും കുറച്ചും കൂടി ഫ്രഷായിരിക്കും. പിന്നെ അതിലേക്കൂടി നടന്ന് പാവലിൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് കമ്മലുകൾ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വെറുതെ ചുമ്മാ എല്ലാ വർഷവും നമ്മൾ മേടിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ തപ്പി നടക്കുന്ന സമയത്താണ് അപ്പയുടെ കൂടെ ഇലക്ട്രിക്കൽ ഡിപ്ലോമ ചെയ്ത ഒരു അങ്കിളിനെ കണ്ടത്. അങ്കിളിപ്പോൾ ഏതോ ഒരു സ്റ്റേറ്റിൽ ഇലക്ട്രിക്കൽ എൻജിനീയർ പോലെ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ബിസിനസ്സിലേക്ക് പോയതുകൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്കിളും ഞങ്ങളെ കണ്ടിട്ട്, ഞാൻ ഇതുവരെ അങ്കിളിനെ കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കൂടെ കാറ്റക്കിസം പഠിച്ച വേറെ അടുത്ത ആളെ കണ്ടുമുട്ടി. അവനെയും കുറച്ച് നേരം കണ്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രീനോയിനെ കണ്ടു, ജെഫ്സിനെ കണ്ടു, ഫ്രീമച്ചിനെ കണ്ടു. കുറേ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് ഒരു മൊമെൻറ്റിലായി പോലെ. അതുകൊണ്ട് തന്നെ അതെടുക്കാൻ പറ്റിയില്ല. നാളെ ഇനി പെരുന്നാളിന് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ ഡേ ആയിട്ട് ഞാൻ എടുക്കാൻ നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിലേക്കൂടെ നേരെ നടന്നു, കുറച്ച് ചില്ല് ചെയ്തു. ഞാനിങ്ങനെ പാവലിൻ്റെ അടുത്ത് ഇവിടെ എന്താണ് പെരുന്നാൾ, എങ്ങനെയായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ, അധികം പൊടിയൊന്നുമില്ല, പൊടിയൊക്കെ നാളെ ആകുമ്പോഴേ എത്തത്തുള്ളൂ. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. Pablito, what about the knife? No need. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പെരുന്നാളിൻ്റെ സമയത്ത് കസിൻസൊക്കെ ആയിട്ട് പള്ളിപ്പറമ്പിൽ നടക്കുന്നു, കൊയറിൻ്റെ പ്രാക്ടീസിന് പോകുന്നു, പാടുന്നു, പുതിയ ഡ്രസ്സ് ഇടുന്നു, എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ ഞാൻ പാവലിൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമ്മളിങ്ങനെ ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ കിട്ടുന്ന സമയമാണ് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാൾ കഴിയുമ്പോൾ. ഫസ്റ്റ് വീക്ക് അവർ തരില്ല, പള്ളിപ്പെരുന്നാൾ കഴിയുമ്പോഴാണല്ലോ ക്ലാസ് റീ ഓപ്പൺ ചെയ്യുന്നതോ പേപ്പർ തരുന്നതൊക്കെ. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി മാർക്കൊക്കെ ആയതുകൊണ്ട് പരീക്ഷ പേപ്പറിൻ്റെ ഒരു ടെൻഷനിലാണ് നമ്മുടെ പെരുന്നാൾ തീരുക. അപ്പം ഞാൻ കരുതും പെരുന്നാളിൻ്റെ സമയത്ത് നമുക്കതിനെപ്പറ്റി ആലോചിക്കണ്ട, പെരുന്നാൾ തീരുന്നതെന്ന് രാത്രി തൊട്ട് നമുക്ക് ആലോചിക്കാം. എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ നടക്കുമായിരുന്നു. പിന്നെ കുറേ കമ്മലും പെരുന്നാളിന് മാത്രം കണ്ട് വരുന്ന കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഒരു വട്ടം കറങ്ങി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴവിടെ ഗാനമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ രാത്രി 1 മണി വരെ 2 മണി വരെ ഒന്നും പരിപാടിയില്ലല്ലോ. ഇപ്പം 11 മണിയാകുമ്പോൾ തന്നെ എല്ലാം ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര കാമായിട്ടാണ് ഈവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. പിന്നെ അപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് മണി അങ്കിളിനെ കണ്ടു. ഭയങ്കര അടിപൊളി സിംഗറാട്ടോ, ഭയങ്കര വെസ്റ്റേൺ സോങ്സ് പാടുന്ന ഒരു പാരം മനുഷ്യനാണത്. വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. പിന്നെ ആ പോകുന്ന ആ നീല ഡ്രസ്സ് ഇട്ടത് രേഷ്മ, അവളെ കണ്ട് സംസാരിച്ചതുപോലെ തന്നെ കാറ്റക്കിസം, നമ്മുടെ കാറ്റക്കിസം ഫാമിലിയാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഡെക്കറേഷനൊക്കെ കണ്ടു അല്ലേ, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു. അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റ് ബിരിയാണി ക്രേവിങ് ഓർഡർ ചെയ്ത് കഴിക്കൽ തന്നെയായിരുന്നു ബിരിയാണി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ കിടക്കാനായിട്ടുള്ള പുറപ്പാടായി. ബേബി ദേ ഉറക്കത്തിന് റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തട്ടാഴത്തമ്മയുടെ പെരുന്നാളിൻ്റെ ഫൈനൽ ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇതാണ് മെയിൻ കുർബാന നടക്കുകയാണ് അവിടെ ഞായറാഴ്ചത്തെ. അവിടെ മാതാവിൻ്റെ തിരുസ്വരൂപം നമ്മുടെ ഇടവകപ്പള്ളിയിൽ നിന്ന് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് തലേദിവസത്തെ പ്രദക്ഷിണമായിട്ട്. പ്രദക്ഷിണം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പടക്കം പൊട്ടിക്കലിനാണ് പോയത്. അപ്പം ഈ കുർബാന കഴിഞ്ഞതിന് ശേഷം
ഞങ്ങൾ പിന്നെ ഇനി പള്ളിയിലേക്ക് വരാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തിരിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് പോരുവാണ്. നോർമലി നമ്മൾ വൈകുന്നേരം പള്ളിപ്പറമ്പിലൊക്കെ പോലൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം പെരുന്നാളിനേ ഉണ്ടായിരുന്നില്ല. സോ ഈ വർഷം ഈ ഒരു സമയം വരെ നിൽക്കാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര താങ്ക്ഫുൾ ആട്ടോ. അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി എല്ലാവരും കൂടാനാണ് പ്ലാൻ.
കൊയറിൽ ഞാനും സ്ഥിരമായിട്ടുള്ളതാട്ടോ, കണ്ടില്ലേ? അപ്പൻ്റെ അനിയനും ആശിഷും മനും അപ്പൻ്റെ അനിയനും മോനും എല്ലാവരും ഉണ്ട് കൊയറിൽ. ഇപ്രാവശ്യം ഞാനില്ല, 3 വർഷമായിട്ട് ഞാനില്ല, ബിക്കോസ് പ്രാക്ടീസിനൊന്നും വരാൻ പറ്റാറില്ലല്ലോ. അങ്ങനെ എൻ്റെ അപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജോ ഫെർണാണ്ടസ് അച്ഛനെ കണ്ടു. എന്നെ കുഞ്ഞിലെ തൊട്ടെടുത്തുകൊണ്ട് നടന്നിരുന്ന അച്ഛനാണ്. അച്ഛനെല്ലാ പെരുന്നാളിനും വരും. അച്ഛനെ കണ്ട് പിന്നെ ഞങ്ങൾ മാതാവിൻ്റെ രൂപം തൊട്ടുമുത്തിയതിന് ശേഷം വീട്ടിലേക്ക് പോയി. വൈകുന്നേരമൊക്കെ ആയപ്പോൾ എല്ലാവരും വന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. അപ്പൻ്റെ അനിയന്മാരും ആശയുടെ അമ്മയും അപ്പനും ഒക്കെ ആശയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ ആയിരുന്നു. ബൗത്തീസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയായിരുന്നു. അവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രസമുള്ള മൂഡിലാണ്. ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അപ്പയും ഞങ്ങളുടെ കൂടെ ഇപ്രാവശ്യം സ്വിറ്റ്സർലൻഡിലേക്ക് വരികയാണ്. 3 ആഴ്ചത്തേക്കാണ്. ഫെബ്രുവരി 2 തിരിച്ചു പോകും. പക്ഷെ ഞങ്ങളുടെ കൂടെ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള യാത്രയപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പയുടെ ആദ്യത്തെ ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അപ്പം ഇരിക്കുകയാണ്. അതും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. അപ്പം ഈ ഡൽഹി വരെയൊക്കെ പോയെന്നല്ലാതെ ഈ എന്താ പറയുക, പുറം രാജ്യത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോഴേക്കൊരു സന്തോഷമാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലെത്തി. അവിടെ ബാഗൊക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷനും ബാഗേജൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഹാപ്പിയായി. 3 ആഴ്ച അപ്പോഴും ഇവിടെ എൻജോയ് ചെയ്യണം. അത്രയും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുള്ളതുകൊണ്ട് വീക്കെൻഡ്സിൽ മാത്രമേ പുറത്തു പോകാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ആളപ്പുറത്തെ സോഫയിലിരുന്ന് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ എങ്കിലും ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ദാറ്റ് ഹി ഈസ് ഹിയർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.